ഹലോ ഗായ്സ്, വെൽക്കം ടു HS7YT. ഗൈസ്, നമ്മുടെ ട്രവറിൻ്റെ പുത്രനൊരു എപ്പിസോഡൊക്കെ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളൊരു പുതിയ എപ്പിസോഡൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ട്രവറിൻ്റെ. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രവറിനെ എല്ലാം നഷ്ടപ്പെട്ട്. എന്താ വെച്ചാൽ ട്രവർ ഇപ്പോൾ വാണ്ടർ ക്രിമിനലാണ് ലോസ് ആൻഡേഴ്സിൽ സിറ്റി മൊത്തം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നീങ്ങിയൊക്കെ ഒളിവിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ട്രവറിൻ്റെ വീടും പിന്നെ അവിടുത്തെ കാർസൊക്കെ ഒരു ഹാക്കർ ഫുള്ള് ഡിസ്ട്രോയ് ഒക്കെ ചെയ്ത് കളഞ്ഞ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കഥ. അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ കഴിഞ്ഞ എപ്പിസോഡ് പോയി കാണേണ്ടതാണ്. ഓക്കെ, എന്നാലേ കഥ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ അതിന് മുമ്പത്തെ എപ്പിസോഡൊക്കെ കുറേ നാൾക്ക് മുമ്പാണ്. അപ്പം അതും ജസ്റ്റ് ഒന്ന് സ്റ്റോറി ലൈൻ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് പോയി കണ്ടേക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക്ലിൻ്റെ ഒരു സീക്രട്ട് ഹൗസിലാണ്. ഓക്കെ, നമുക്കൊരു ഫാൻ നമുക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ അല്ലേ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ട്രവറിന് ഒരു പണ്ടൊരു വീടുണ്ട്. അപ്പം ആ വീടെന്ന് പറഞ്ഞാൽ അത്ര ആളനക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഡെസേർട്ടിൻ്റെ നടുക്കൊക്കെ ഏകദേശം അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പം നമുക്ക് നേരെ അവിടെ പോയി നിൽക്കാം. ഓക്കെ, നമ്മൾ ഫ്രാങ്ക്ലിനെ വിളിച്ച് കൊണ്ടിട്ടുണ്ട്. നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചാണ്. ഓക്കെ, അവിടെ നമുക്ക് എന്താ നമ്മുടെ ഒരു ബൈക്കും കൂടി ഉണ്ട്. നമ്മുടെ ഒരു ബൈക്ക് നമ്മളവിടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട്. ഓക്കെ, നേരെ അങ്ങോട്ട് പോയേക്കാം. ഫുള്ളും മലയുടെ മുകളിലാണിത്. അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് 2 ഹൈഡൗട്ട് ഉണ്ട്. ഒന്ന് ഇതും നമുക്ക് നമ്മുടെ അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ പഴയ നമ്മൾ ഇന്നലെ ചെന്നപ്പോൾ നമ്മുടെ വീട് തീ പിടിച്ചില്ല. ആ വീട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഞാൻ അങ്ങോട്ട് പോയേക്കാം. ജസ്റ്റ് ഒരു വണ്ടി പറയുന്നു. വണ്ടി ജസ്റ്റ് സ്കിഡായി പോവാട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ലൈക്സ് ആണ്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കാണേണ്ടതാണ്. ഒന്നും പറ്റിയൊന്നുമില്ല ഭാഗ്യത്തിന്. നമുക്കധികം സീൻ ഉണ്ടാക്കാൻ പറ്റില്ല റോഡിൽ. എന്താ വെച്ചാൽ പോലീസിനും വന്നാൽ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അവർ. നമുക്ക് വഴി തെറ്റിയെന്ന് ഡൗട്ടുണ്ട്. നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ തിരിഞ്ഞാണ് പോകേണ്ടത്. നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്, ആ വഴിയല്ല. നമുക്ക് നേരെ വിട്ടേക്കാം. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, നമ്മൾ ഏകദേശം എത്താറൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. നമ്മുടെ മാപ്പ് നോക്കിയേക്കാം. ഓക്കെ, നമ്മൾ ഏകദേശം എത്താറൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഓഫ് റോഡാണ്. ഏകദേശം ഡെസേർട്ട് പോലെയാണ് നമ്മുടെ വഴി അങ്ങോട്ട് വീട്ടിലേക്കുള്ളത്. ഓക്കെ, ഈ വഴിയാണ്. ഇവിടെ വലിയ വളവുണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒരു പഴയ വണ്ടിയാണ്, അതാണ്. ഓക്കെ, നമുക്ക് നേരെ വിട്ടേക്കാം. നമ്മളെത്തിയിട്ടുണ്ട് ഏകദേശം. നമ്മുടെ വീഡിയോസൊക്കെ പണ്ടോട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് കാണുന്നതായിരിക്കും. ഓക്കെ, ഈ വീട്. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബൈക്ക് വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ് ഇവിടെ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ കൊണ്ട് തരാമെന്നാണ് പറഞ്ഞത് ബൈക്ക് കൊണ്ടും. ഓക്കെ, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേക്കാം. ഓക്കെ, നമ്മുടെ പഴയ വീടാണ്, പണ്ടത്തെ സെറ്റ് വീടാണിത്. വലിയ വിഷമമൊന്നുമില്ല. ഇത് ഇവിടുന്ന്
ഹൈവേ കാണാം, പക്ഷെ വലിയ സീനൊന്നും ഇല്ല നമുക്ക്. നമുക്ക് വീണ്ടും അകത്ത് കയറിയേക്കാം. സീനാണ്, ഇവിടെ ഫുഡൊന്നുമില്ല, നമുക്ക് ഫുഡൊക്കെ മേടിക്കണം. ഓക്കെ, നമുക്ക് കഴിഞ്ഞ് അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് വന്നേക്കാം. ഓക്കെ, വണ്ടി കയറിയേക്കാം. നമുക്ക് ആ ഹാക്കറിനെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. രണ്ട് രക്ഷ ഉണ്ടാവില്ല. നമ്മളെ എത്ര നാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൈഡായിട്ട് നടക്കുന്നത്. നമുക്ക് എങ്ങനെയും കേസ് നമ്മുടെ എങ്ങനെയും ഇത് തീർക്കണം. നമുക്കാദ്യം തന്നെ നമ്മുടെ ആരാണ് നമ്മളെ പുറകെ നടക്കുന്നത് ആ ആളെ ആദ്യം തന്നെ സെറ്റ് ചെയ്യണമെന്ന്. നമുക്കാദ്യം തന്നെ പോയി ഫുഡ് കഴിച്ചിട്ടാം. അപ്പോൾ കേസ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ കേസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ് നമുക്ക് വണ്ടി എടുത്തേക്കാം. ഓക്കെ, നേരെ ഇടാം. നമുക്ക് എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. നമുക്ക് റെസ്റ്റ് ഇല്ലാണ്ട് 2 ദിവസമായിട്ട് നമ്മൾ റെസ്റ്റ് ഇല്ല, നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഫാമിലിയോട് പറയണം നമുക്കൊരു കാറ് വേണമെന്ന്. ഒരെണ്ണം സെറ്റ് ചെയ്യണം കാറ്. നമ്മുടെ ഒരു പഴയ കാറുണ്ട്, ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫാമിലിയുടെ അടുത്താണ് നടക്കുന്നത്. അത് കുറേ പണിയുണ്ടെന്നാണ് റിപ്പയർ ചെയ്യാൻ. ഒന്നെങ്കിൽ അത് നമ്മൾ നൈസിനെ കൊടുത്തിട്ട് ഏതെങ്കിലും വേറെ പഴയ കാർ വല്ലതും മേടിക്കോ എന്തെങ്കിലും നോക്കണം നമുക്ക്. ഓക്കെ, നമുക്ക് വണ്ടി ഇട്ടേക്കാം. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ കാണാം. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ കുറച്ച് ഏകദേശം രാത്രി ആവാറായിട്ടുണ്ട്. ഓക്കെ, നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് എഴുന്നേറ്റാണ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്കിലൊക്കെ വന്നിട്ട് പോയി നമ്മുടെ ഫ്രാങ്ക് കാർ കൊണ്ടുപോയിട്ടുണ്ട് വന്നിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് കൂട്ടുകാരൻ വണ്ടി കൊണ്ടു തന്നിട്ടുണ്ട്, ബൈക്ക്. ഓക്കെ, ഡുഗാട്ടിയാണ് കൊണ്ടു തന്നേക്കുന്നത് ബൈക്ക്. ഓക്കെ, തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബൈക്ക് മേടിക്കണം, എവിടെ നിന്ന് ഒപ്പിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, നമുക്കില്ലേ നമുക്ക് വണ്ടി കൊണ്ട് നൈസ് വെച്ച് നീക്കി വെച്ചേക്കാം. ശരിയാവില്ല, ഇവിടെ കള്ളന്മാരുടെയൊക്കെ ശല്യമുള്ളതാണ് നൈസിൽ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ലെസ്റ്ററിനെ ഒന്ന് വിളിച്ചു നോക്കാം, നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കാം ഹാക്കറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഗൈസ് നമ്മുടെ ലെസ്റ്റർ ഒന്നുമില്ല, ലെസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കടയുണ്ടെന്നാണ് ഇവിടെ അടുത്തായിട്ട്. ഓക്കെ, അപ്പോൾ ആ കടയിൽ പോയാൽ പുള്ളി ഒരു മെഷീൻ തരുന്നുണ്ട്. ആ മെഷീൻ വെച്ച് നമുക്ക് ഈ ഒളിക്യാമറയും കാര്യങ്ങളും പിന്നെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയിട്ട് നമുക്ക് വേറെ ക്യാമറ കാണണമെന്നില്ല, നമുക്ക് ആ മെഷീൻ വെച്ച് ജസ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ അടുത്തായിട്ട് അപ്പോൾ നമ്മൾ ആ ക്യാമറ വെച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടൂളും കൂടി തരുമെന്ന് പറഞ്ഞത്, ഹാക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത് ക്യാമറയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ലൊക്കേഷൻ തന്നിട്ടുണ്ട് ലെസ്റ്റർ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടേക്കാം, ലെസ്റ്ററിന് കൂട്ടാനോ കടയിലേക്ക് വിട്ടേക്കാം. ആൾക്ക് മറ്റേ ഗണ്ണ് ഉണ്ടാക്കണ ഗൺ ഷോപ്പാണ്. ഓക്കെ, ഇങ്ങോട്ടാണ് നമുക്ക് നേരെ പോകേണ്ടത്. ഏതൊരു പോകും, നേരെ പോയേക്കാം. നമുക്കിതിൽ നിന്ന് റൈറ്റ് എടുക്കാം. ഓക്കെ, നമ്മളത് എത്തിയിട്ടുണ്ട് സ്ഥലത്ത്. വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് വയ്ക്കാം. വണ്ടിക്ക് നല്ല കലക്കം പവറുണ്ട് കേട്ടോ ഈ ബൈക്കിന്. ഓക്കെ, ആളോട്
ഒരു കാര്യം ആളോട് വന്നപ്പോൾ ആൾ പറയുന്നത് അകത്തെ ബോക്സിൽ നമുക്ക് വേണ്ടിയുള്ള സാധനം ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും എടുത്തേക്കാം. ചെറിയ സാധനങ്ങളാണ്, മൊബൈൽ പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടേക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ എടുത്തേക്കുള്ളിൽ ഓക്കെ പോയിട്ട് വരാനാണ് വന്നത്. ഓക്കെ, ലെസ്റ്ററെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. ഓക്കെ, നമ്മളങ്ങനെ കടയുടെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി എടുത്ത് നമുക്ക് നമ്മുടെ മറ്റു വീടിൻ്റെ പരിസരത്തേക്ക് പോയേക്കാം. നമുക്ക് ലൊക്കേഷൻ മാർക്ക് ചെയ്തേക്കാം. ജസ്റ്റ് ഒന്ന് തെന്നിപ്പോവാം. പറ്റുന്നില്ല. വണ്ടി ഇടയ്ക്ക് കൈ നിൽക്കണല്ലോ, നല്ല പവർ ആയതുകൊണ്ട്. അയ്യോ, പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. ഈ സൈഡിൽ കൂടെ പിടിച്ചു പോയാൽ മതി. ഓക്കെ, നമുക്ക് ഇവിടെ വിളിച്ച് നമ്മുടെ ടൂൾ എടുത്തേക്കാം. ഓക്കെ, നമ്മുടെ ടൂള് സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുന്നിലുള്ള വീട്ടിൽ CCTV ക്യാമറ ഉണ്ട്. പിന്നെ അതെ ഇപ്പുറത്തായിട്ടുണ്ട് CCTV ക്യാമറ വീട്ടിൽ. ഓക്കെ, നമുക്ക് നേരെ മുമ്പിൽ തന്നെയുള്ള പോയേക്കാം നമ്മുടെ. ഓക്കെ, നമുക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഹാക്കിംഗ് മെഷീൻ എടുത്ത് ഹാക്ക് ചെയ്തേക്കാം CCTV വിഷ്വൽസ്. ഓക്കെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ടൂൾ എടുത്ത് ജസ്റ്റ് ഹാക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഹാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഹാക്ക് ചെയ്യണമെല്ലാം നമ്മുടെ ലെസ്റ്ററിനാണ് നേരെ പോണത്, ഫോർവേഡായി. ഓക്കെ, നേരെ അപ്പുറത്ത് നമ്മളവിടെ ഉള്ളതും കൂടി ചെയ്യാൻ നോക്കണം. ഇവിടേക്ക് നമുക്ക് കയറി നോക്കട്ടെ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ള് സ്കാൻ ചെയ്തേക്കാം. ഓക്കെ, വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ ലെസ്റ്ററിന് അയച്ചേക്കാം. ഓക്കെ, നമ്മൾ ലെസ്റ്ററിന് അയച്ചിട്ടുണ്ട് കേട്ടോ, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വണ്ടി എടുത്തേക്കാം. ഓക്കെ, നമുക്ക് ലെസ്റ്ററിൻ്റെ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. നമുക്ക് ഇച്ചിരി നീങ്ങിന്നിട്ട് വണ്ടി നമുക്ക് എടുത്തിട്ട് ഇറങ്ങി വിളിച്ചു നോക്കാം ലെസ്റ്ററിനെ. ഓക്കെ, നമ്മൾ ലെസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞൊന്നുമല്ല, ആളുടെ ലൊക്കേഷൻ വണ്ടിയുടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൾ വന്നതെന്നാണ് ഒരു മഹീന്ദ്ര
താറിലാണ്. താറിലൊരു മേജർ മഹീന്ദ്രയുടെ ഒരു വണ്ടിയിലാണ് വന്നത്, ജീപ്പിലാണ് വന്നത് ആൾ വന്നത്. ഓക്കെ, നമ്മൾ ആ വണ്ടിയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. ലൊക്കേഷൻ നമുക്ക് സെൻഡ് ചെയ്യാമെന്നാണ് ഇപ്പം തന്നെ. ഓക്കെ, നമുക്ക് നേരെ ജസ്റ്റ് പോയി നോക്കിയേക്കാം. ഓക്കെ, നമ്മൾ ലൊക്കേഷൻ അയച്ചു ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വിട്ടേക്കാം. ഇന്ന് തന്നെ പറ്റുള്ളൂ, ഇന്ന് തന്നെ പൊക്കണം അവനെ. നല്ല ഇടി അടിച്ചത്. നേരെ വിടാം. ഈ വഴിയാണ് പോകേണ്ടത്. ലെസ്റ്റർ നോക്കിയപ്പോൾ ഇവിടെ എവിടെയായിട്ടാണ് വണ്ടി ഇറക്കണം എന്നാണ് പറഞ്ഞത്. നോക്കാം എവിടെയാന്ന്. നമുക്ക് വണ്ടി പോയി നോക്കും, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന്. വണ്ടിയാണുണ്ട്. ഇത് ഏതാ വണ്ടി നോക്കട്ടെ ജസ്റ്റ്. ഓക്കെ, ഇത് തന്നെ ലെസ്റ്റർ കൊണ്ട വണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, മഹീന്ദ്രയുടെ വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ലെസ്റ്ററിനെ വിളിച്ചിട്ട് ചോദിക്കാം. ഓക്കെ, നമ്മൾ ലെസ്റ്ററിനെ വിളിച്ചിട്ട് നമ്മൾ ലെസ്റ്ററിനോട് പറഞ്ഞു വണ്ടിയുടെ കളറും പിന്നെ കണ്ടപ്പം ലെസ്റ്ററിന് ആ വണ്ടി തന്നെയാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ പരിസരത്ത് ആരെയും കാണുന്നത് എനിക്കൊന്നും ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചെന്നാണ് വണ്ടി. ആള് നേരെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ, ആരെയും കാണുന്നില്ല ഈ പരിസരത്തൊന്നും. ഉപേക്ഷിച്ചതായിക്കോളൂ. ലെസ്റ്ററിനോട് ചോദിക്കാം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ലെസ്റ്ററിന് ഇവിടെ നിന്നുള്ള എന്തെങ്കിലും ഇവിടെ നിന്ന് ഇപ്പം ഏകദേശം ഒരു 4-5 വഴിയുണ്ട് പോകാൻ വേണ്ടി, വണ്ടി മെയിൻ റോഡിലേക്ക് ചാടാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ആ വഴിയിലൊക്കെ ജസ്റ്റ് നല്ലോണം ഒന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞത്. CCTVസും എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞത്. ജസ്റ്റ് തന്നെ ഹാക്ക് ചെയ്താണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് നമ്മളോട് തിരിച്ചു പോയിക്കോളാന്ന് പറഞ്ഞു. നമുക്ക് തിരിച്ചടക്കാൻ കാര്യം ചെയ്യാം. ബോംബിൻ്റെ ഇത് കൊണ്ടിടാം. നമ്മൾ വണ്ടി നമ്മുടെ വണ്ടി ജീവിച്ചിടാം. ഓക്കെ, വണ്ടിയിൽ ഏകദേശം കത്ത് പിടിച്ചിട്ടുണ്ട്. ഫുള്ള് കത്ത് പിടിച്ച് പോട്ടെ. ഇതെന്താ നേരത്തെ ഒരു ഫാക്ടറി ഒന്ന് കഴിഞ്ഞ് മരത്തില്ല. ഓക്കെ, പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ വർക്കൊക്കെ നിർത്തിയിട്ട് കുറേ നാളായി. വണ്ടി നമുക്ക് നേരെ തിരിച്ചു പോയേക്കാം.
ഓക്കെ, നമുക്ക് കോൾ വന്നിട്ടുണ്ട്. ആരാന്ന് നോക്കിയേക്കാം. ഓക്കെ, ഹാക്കറാണ് നമ്മളിപ്പോൾ വിളിച്ചത്. പുള്ളി പറയണത് നമുക്ക് പുള്ളിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണ് പുള്ളി പറയണത്, എത്ര ശ്രമിച്ചാലും. ഓക്കെ, അപ്പോൾ പുള്ളിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. എനിക്ക് എങ്ങനെയും കണ്ടുപിടിക്കണം. ഇപ്പോൾ തന്നെ കോൾ ഔട്ടായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് ലെസ്റ്ററിൻ്റെ കോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ലെസ്റ്റർ വിളിച്ചിട്ടുണ്ട്. ലെസ്റ്റർ പറഞ്ഞത് നമ്മളിപ്പോൾ വിളിച്ച ഹാക്കറിൻ്റെ ഏകദേശം ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. നമ്മൾ കോള് കണക്ട് ആയപ്പോൾ തന്നെ ലെസ്റ്റർ ഏകദേശം ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹാക്കർ ഇപ്പോൾ വിളിച്ച ആളുടെ ഫോണിലുള്ള ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഇപ്പോൾ തന്നെ അയച്ചു തരുന്നുള്ളത്. നമുക്ക് വേഗം തന്നെ ആ ലൊക്കേഷനിലേക്ക് വിടണം. എങ്ങനെയും കണ്ടുപിടിക്കാൻ പുള്ളിയാണ്. പുതിയ സമയം ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ ലെസ്റ്റർ. അതെന്നാണ് നമ്മുടെ ഗോസ്റ്റ് ടൗൺ ആണ്. ഗോസ്റ്റ് ടൗൺ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പറയുന്ന പേര്. ഗോസ്റ്റ് ടൗണിലേക്കാണ് നമ്മളിനി പോകാൻ പോണത് ഇപ്പം. ഓക്കെ, നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കണം പിന്നെ. ഓക്കെ, ഇപ്പോൾ ലെസ്റ്റർ കൊണ്ട് നമ്മളോട് ബൈക്കിന് പോകണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ലെസ്റ്റർ നമ്മുടെ ഫ്രാങ്ക്ലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്രാങ്ക്ലിനും കൂടി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. ഫ്രാങ്ക്ലിൻ നേരെ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് അവിടെ എവിടെയും പോയി സേഫ് ആകാനാണ് പറഞ്ഞത്. ചെയ്യണം, നമുക്ക് സേഫായിട്ട് നമുക്ക് നമ്മളവിടെ നിൽക്കാം. നമ്മുടെ കയ്യിൽ വെപ്പൺസും കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രാങ്ക്ലിൻ വെപ്പൺസും കൊണ്ടുവന്ന് ഒരു വണ്ടിയും കൊണ്ടുവരുന്നുണ്ട് നമുക്ക് പോകാൻ വേണ്ടിയുള്ളത്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രാങ്ക്ലിൻ വന്നാല് ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് നമ്മളെ വീട്ടിലേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ, നിങ്ങളെല്ലാവരും മാക്സിമം നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വീഡിയോസ് കണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്ക് ഈ എപ്പിസോഡിലൂടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ സീ യു ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.